നമ്മൾ തങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിൽ, ബ്രിട്ടീഷ് എന്നല്ല കൊളോണിയൽ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടിയതിലും തങ്ങൾ തന്നെയായിരുന്നു ലീഡർ എന്ന് പല സ്ഥലങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളും എങ്ങനെ ആളുകൾ തങ്ങളുടെ കൂടെ നിന്നതും. അപ്പോൾ അത് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1792 മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകുന്നത്. 1792 1770 മമ്പ്രതങ്ങൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ മലബാർ ടിപ്പുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ തങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാലത്തെയും ഒരേപോലെ അനുഭവിച്ച ആളാണ്. ടിപ്പുവിൻ്റെ കാലത്തെയും ബ്രിട്ടീഷുകാരുടെ കാലത്തെയും ഒരേപോലെ അനുഭവിച്ച ആളാണ്. അന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജാതീയ അടിച്ചമർത്തലും പ്രശ്നങ്ങളും വരുന്നു, ജന്മി ലീഡർഷിപ്പ് ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ തങ്ങൾ വരുമ്പോൾ ശരിക്കും ടിപ്പുവിൻ്റെ കാലത്ത് അവർ ആസ്വദിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഈ കുറേ പരിഷ്കരണങ്ങൾ നടത്തി. മാത്രമല്ല ഇവിടുത്തെ ഈ റവന്യൂ പിരിവൊക്കെ ഈ ഭരണാധികാരികൾ നേരിട്ട് നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്കൽസിന് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. ആ ഒരു നല്ല കാലത്തെ ശരിക്കും തങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് 1790 കൂടിയിട്ട് 92 കൂടിയിട്ട് ബ്രിട്ടീഷുകാർ വരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ആ ഒരു റവന്യൂ സംവിധാനം ഒഴിവാക്കിയിട്ട് ഈ അധികാരം ജന്മികൾക്ക് കൊടുക്കുന്നു. ജന്മികൾ നേരിട്ട് പിരിക്കൽ തുടങ്ങുന്നു. അപ്പോൾ അതോടുകൂടി വിവേചനം ഉണ്ടായി. കാരണം ഇവിടുത്തെ കുടിയാന്മാരായിട്ടുള്ളവരും ദളിത് വിഭാഗങ്ങളും മാപ്പിളമാരുമാണ്. അപ്പോൾ അവർ ഓരോ സ്ഥലത്ത് സെറ്റിലാവും, ഈ പണിയെടുക്കും, വലിയ നിർമ്മിതികളും കൃഷികളും ഉണ്ടാക്കും. ഇതൊക്കെ ആയതിന് ശേഷം അവർ കുടിയൊഴിപ്പിക്കും. അപ്പോൾ അവർ ലാൻഡ്ലെസ്സായി മാറും. ഇത് ഒരുപാട് ഇവരുടെ നിരന്തര ജീവിതത്തിന് ഏറ്റവും വലിയ ആഘാതമായിട്ട് മാറുകയാണ്. ഈ അർത്ഥത്തിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തങ്ങൾ ഈ രണ്ട് കാലത്തെയും നേരിട്ട് അനുഭവിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഇതിൽ ഇരകളാകുന്ന ഒന്ന് മാപ്പിളമാരും ദളിത് താഴ്ന്ന വിഭാഗങ്ങളുമാണ്. ഇവർ നേരത്തെ തങ്ങളുടെ ആളുകളാണ്. കാരണം തങ്ങളുടെ ലീഡർഷിപ്പോടെ കൂടെയാണ് ഇവർക്കൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളും മനുഷ്യരാണ് എന്നുള്ളൊരു പരികല്പന പോലും കിട്ടുന്നത് 1700 അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഘടിതമായ ഒരു നവോത്ഥാന പദ്ധതികളോ ശ്രമങ്ങളോ ഒന്നും വരാത്തൊരു കാലമാണ്. ഇവിടുത്തെ ഈ ഈ സമ്പ്രദായങ്ങൾ മാത്രം നിലനിൽക്കുന്നൊരു കാലത്താണ് ഈ മനുഷ്യരൊക്കെ ചേർത്ത് പിടിച്ച മനുഷ്യത്വത്തിൻ്റെ പരിഗണന തങ്ങളിലൂടെ ആസ്വദിച്ചൊരു ഘട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ഒരു സംഭവം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ മലബാർ കീഴടക്കിയതിന് ശേഷം 1792 1799 ടിപ്പുവിൻ്റെ മരണവും സംഭവിച്ചതിന് ശേഷം ഒരു 10 വർഷത്തിനുള്ളിലായിട്ട്, അത് മലബാർ സ്വന്തമാക്കിയതിന് ശേഷം 10 വർഷത്തിനുള്ളിലായിട്ട് ബ്രിട്ടീഷുകാർ പദ്ധതി ഇടുന്നത് മമ്പ്രതങ്ങളെ നാട് കടത്തണമെന്ന്. 1801 മമ്പ്രതങ്ങളെ നാട് കടത്താൻ ബ്രിട്ടീഷുകാർ പദ്ധതി ഇടുന്നുണ്ട്. അത് ഭരണം കിട്ടി 10 കൊല്ലത്തിനുള്ളിൽ അവർ പ്ലാൻ ചെയ്യുന്നത് മമ്പ്രതങ്ങളെ നാട് കടത്താനാണ്. അപ്പോൾ എത്രമാത്രം ഈ ഒരു ലീഡർഷിപ്പിന്, തങ്ങളുടെ ലീഡർഷിപ്പ് നമ്മൾ വാളും കുന്തമായിട്ട് ഇങ്ങനെ ഓടി നടക്കലല്ല, പക്ഷെ തങ്ങളുടെ ആ ഒരു കരിസ്മാറ്റിക് ഫിഗർ, സൊസൈറ്റിയിലുള്ള ആഴത്തിലുള്ള വേരുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിഭാഗങ്ങളെയും തങ്ങളുടെ മുമ്പിൽ പോയാൽ പരിഹാരമുണ്ട് എന്ന് ആളുകൾക്കറിയാം. അപ്പോൾ ഇതുവരെ ഇവിടെ സ്കാറ്റേഡായി കിടന്ന ജനവിഭാഗങ്ങൾ തങ്ങളെന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പോടെ സംഘടിതരാവുകയാണ്. ഈ സംഘാടനത്തെയാണ് ബ്രിട്ടീഷുകാർ പേടിച്ചത്. അതുകൊണ്ട് തങ്ങൾ എക്സൈൽ ചെയ്തേ പറ്റൂ എന്നുള്ളതിലേക്ക് അവർ പോകുന്നു. 1803 1807 അവർ ശ്രമിക്കുന്നുണ്ട്, നാട് കടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ ഒരു വൈഡ് പോപ്പുലാരിറ്റി, ജനകീയമായ ഒരു സ്വീകാര്യത, അത് ആ ഒരു ഘട്ടത്തിൽ തങ്ങളെ നാട് കടത്താൻ ഒരിക്കലും ഉചിതമല്ല. ചെയ്താൽ അത് ഞങ്ങൾക്ക് തിരിച്ചടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് പിന്നീട് അവരതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. പക്ഷേ തങ്ങളുടെ ശാന്തമായ ജീവിതം, തങ്ങളുടെ ഈ ഒരു സംഘാടനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തങ്ങളെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടി. തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അതാ ബ്രിട്ടീഷുകാരുടെ ജന്മികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് തിരിച്ചടികൾക്കും തങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം വാങ്ങിയിട്ട് പോരാട്ടത്തിന് പോയാൽ ഞങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നുള്ള ഒരു സാധനം അവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് നടന്ന ഒരുപാട് യുദ്ധങ്ങൾ, അതിലൊക്കെ ബ്രിട്ടീഷുകാർ അവസാനം കണ്ടെത്തുക ഇതിൻ്റെ പിന്നിലെ പ്രചോദനം മമ്പ്രതങ്ങളാണെന്ന്. അതിൻ്റെ ഇൻഡയറക്റ്റാണ്, അതങ്ങനെ അവർ തന്നെ പറയും. ഡയറക്റ്റ് ഒരു തങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവരൊക്കെ പറയുന്നത് ഇപ്പോൾ ഏതൊരു പോരാളിയെ പിടിച്ചാലും അവരുടെ കയ്യിൽ എന്തെങ്കിലും തങ്ങൾ കൊടുത്ത ഒരു എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കും, വാളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉറുക്കുണ്ടായിരിക്കും. ആ ഒരു പവറിലാണ് ഇവർ യുദ്ധത്തിന് പോകുന്നതും മരിക്കുന്നതും പോരാട്ടത്തിന് ഇറങ്ങുന്നതും. അപ്പോൾ ഈ തങ്ങളുടെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനുള്ള ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് തങ്ങളുടെ ലീഡർഷിപ്പ് വർക്ക് ചെയ്തു എന്നുള്ളത്. അതെ, തങ്ങളുടെ ആത്മീയത പറഞ്ഞാൽ കേവലം ഒരു വിഭാഗത്തിൻ്റെ അപ്പുറത്തേക്ക് തന്നെ പല രീതിയിൽ പല സമൂഹത്തിന് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തങ്ങളുടെ അടുത്ത് നിന്ന് ഇത് വാങ്ങാന്ന് പറയുമ്പോൾ തന്നെ
തങ്ങളുടെ ആത്മീയത അത്രയും വിശാലമായിട്ട് നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതാണ്.